എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് നീട്ടി. അപ്പോൾ നാളെ, അതായത് 20-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ബിഫാം ലാറ്ററൽ എൻട്രി ഓൺലൈൻ അപേക്ഷ എന്നുള്ള ലിങ്ക്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് നേരത്തെ, അതായത് ഇതിനു മുമ്പ് അവസാനിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇപ്പോൾ 20-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെ ആക്കിയിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യൽ, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജും അതുപോലെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കൽ, അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കൽ എന്നിവയാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, പ്രോസ്പെക്ടസ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു എന്തൊക്കെയാണ് അപേക്ഷ നൽകുന്നതിന് മുമ്പ് വേണ്ടത്, അതുപോലെ അപേക്ഷിക്കാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ അപേക്ഷിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ എങ്ങനെ അതായത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്, അതായത് ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിഫാം കോഴ്സിൽ, അതായത് ഡിഫാം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബിഫാം ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ബിഫാമിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏകദേശം ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിഫാം കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തൊക്കെയാണ് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവയുടെ അതായത് JPG ഫോമാറ്റാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കേരളീയനാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അതായത് കേരളത്തിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും മതിയാകും. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫിഷർമാൻ, അതുപോലെ തന്നെ ഈ ഒരു ശ്രീ ചിത്ര ഹോം, അതുപോലെ നിർഭയ ഹോം, ജുവനൈൽ ഹോം എന്നിവിടങ്ങളിലുള്ളവരാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് നൽകണം. അങ്ങനെയുള്ളവർക്ക് റിസർവേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് നൽകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ കേരളീയനായിട്ടുള്ള ഇന്ത്യക്കാരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഫാം കോഴ്സിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നിവയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. പ്രായപരിധിയില്ല. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 800 രൂപയാണ് ഫീസ് വരിക. അതുപോലെ SC വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ST വിദ്യാർത്ഥികൾക്ക് ഫീസും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഫീസ് വരുന്നത്. അതായത് ജനറൽ കാറ്റഗറിക്ക് 800 രൂപ, അതുപോലെ SC കാറ്റഗറിക്ക് 400 രൂപ, ST കാറ്റഗറിക്ക് ഫീസില്ല. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു അപേക്ഷ വരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് ഫീസില്ലാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഉണ്ടാവില്ല. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്കായിരിക്കും നിങ്ങൾക്ക് പോവുക. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോകും. അതേസമയം ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമേജ്, അതുപോലെ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അപേക്ഷ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ ഡിഫാമിൻ്റെ, അതായത് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഈ ഒരു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു PCI, അതായത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന
വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.